ഭരണത്തേക്കാൾ പ്രീണനത്തിന് മുൻഗണന നൽകി കർണാടകയിലെ കോൺഗ്രസ് മുഹമ്മദ് അലി ജിന്നയുടെ ആധുനിക മുസ്ലിം ലീഗായി മാറുകയാണെന്ന് ബി.ജെ.പി. ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണി. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ന്യൂനപക്ഷങ്ങളിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുകയാണെന്ന് ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവരുടെ പുതിയ ഐക്കണായ ഔറംഗസേബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകിയിരുന്ന ഭരണഘടനാ വിരുദ്ധമായ 4% സംവരണം ബി.ജെ.പി. അധികാരത്തിൽ വന്നപ്പോൾ നിർത്തി. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ അത് പുനഃസ്ഥാപിച്ചു. സിദ്ധരാമയ്യ സർക്കാരിന്റെ ബജറ്റിൽ ഇമാമുമാർക്ക് 6000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ കോളനി വികസന പരിപാടിക്ക് 1000 കോടി രൂപ അനുവദിച്ചതിനു പുറമെ ഹജ്ജ് ഭവന്റെ ഭാഗമായി ഒരു കെട്ടിടം നിർമ്മിക്കാൻ അധിക ഫണ്ടും അനുവദിച്ചു. കർണാടകയിലെ വഖഫ് സ്വത്തുക്കളുടെ വികസനത്തിനായി 150 കോടി രൂപ നീക്കിവെച്ചതായും അനിൽ ആന്റണി വ്യക്തമാക്കി. സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ദർശനത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുന്നത്. 140 കോടി ഭാരതീയരുടെയും ശാക്തീകരണത്തിന് രാജ്യത്തെ വികസിത ഭാരതത്തിലേക്ക് നയിക്കുകയാണ് മോദി. എല്ലാവരുടെയും ശാക്തീകരണം, ആരോടുമില്ല പ്രീണനം എന്നതാണ് ബി.ജെ.പിയുടെ മന്ത്രം. ഇതിനു വിപരീതമായാണ് 50 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ബജറ്റിലെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിയ തുക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് ചെയ്യുന്നത് എന്ന് ബി.ജെ.പി. ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ച ബജറ്റിൽ ന്യൂനപക്ഷ വികസനത്തിന് 1000 കോടി രൂപയും വഖഫ് സ്വത്ത് സംരക്ഷണത്തിന് 150 കോടി രൂപയും ഉറുദു സ്കൂളുകൾക്ക് 100 കോടി രൂപയും ഇമാമുകൾക്ക് 6000 രൂപ പ്രതിമാസ ഓണറേറിയവും നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ പൊതുമരാമത്ത് കരാറുകളുടെ 4% കാറ്റഗറി 2B പ്രകാരം മുസ്ലിങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതാണ് ബി.ജെ.പിയെ ചൊടിപ്പിച്ചത്. സംസ്ഥാനത്തെ വിഹിതങ്ങൾ അനുവദിക്കുന്നതിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ആരോപിച്ച ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നേരത്തെ നടത്തിയ പ്രസ്താവനകളുമായി താരതമ്യം ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ അവകാശങ്ങൾ കോൺഗ്രസ് അട്ടിമറിച്ചതായി ആരോപിച്ച മാളവ്യ ബജറ്റ് വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും വാദിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവരണവും നൽകാൻ കഴിയില്ല എന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. ബി.ജെ.പി. കർണാടക ഘടകം സംസ്ഥാന ബജറ്റിലെ ഹലാൽ ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകുന്ന നിരവധി വ്യവസ്ഥകൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ബി.ജെ.പി. ചൂണ്ടിക്കാട്ടിയത്. മുസ്ലിം ലളിതമായ വിവാഹങ്ങൾക്ക് 50,000 രൂപ സഹായം, വഖഫ് സ്വത്തുക്കളുടെയും ശ്മശാനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 150 കോടി രൂപ, മുസ്ലിം സാംസ്കാരിക പരിപാടികൾക്ക് 50 ലക്ഷം രൂപ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പുതിയ ITI കോളേജ് സ്ഥാപിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.